ദോഷങ്ങളും കാര്യങ്ങളും നമ്മൾ വിശദീകരിച്ചാലും പറഞ്ഞാലും ഉണ്ട് എന്ന് സമർത്ഥിച്ചാലും എല്ലാം ഉണ്ടാവാം. അതൊക്കെ അതിൻ്റെ രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ്. പ്രധാനമായി ഒന്നാമതായുള്ളത് അള്ളാഹു അതിൻ്റെ ഉദ്ദേശമായി പറയുന്നത് മനുഷ്യൻ അതിൽ ലക്ഷ്യമാക്കേണ്ടത് തഖ്വയുണ്ടാവുക എന്നതാണ്. ഇവിടെയാണ് നോമ്പ് കൊണ്ട് വ്രതാനുഷ്ഠാനം കൊണ്ട് തഖ്വയുണ്ടായിത്തീരുന്നതിന് അതെങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടത്. നിയന്ത്രണമാണ് തഖ്വയുടെ അടിസ്ഥാനം. തഖ്വ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കുക, നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അള്ളാഹു നമുക്ക് നിയമമാക്കിയിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക, തിന്മയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി സ്വയം സൂക്ഷിക്കുകയും നിയന്ത്രണം സ്വീകരിക്കുകയും ചെയ്യുക. ഇതാണ് തഖ്വ. ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കുന്നതിന് നോമ്പ് എങ്ങനെ നമ്മെ സഹായിക്കുന്നു? ഇപ്പോൾ ഒരാൾ നന്നായി തീരുന്നതിന് കുറേ ഘടകങ്ങളുണ്ട്. വിശ്വാസം വളരെ പ്രധാനമാണ്. ജീവിക്കുന്ന സാഹചര്യം മറ്റൊന്നാണ്. ഒരാൾക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾ അതുപോലെ മറ്റൊരു കാര്യമാണ്. പലപ്പോഴും മനുഷ്യൻ്റെ ആലോചനയിലൂടെയും ചിന്തയിലൂടെയും കഴിഞ്ഞകാല ചരിത്രങ്ങളിലൂടെയുമൊക്കെ അവൻ രൂപപ്പെടുത്തുന്ന വീക്ഷണം അതും അതിൽപ്പെട്ടതാണ്. അങ്ങനെയാണ് ആളുകൾ നന്നാവുന്നത്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടും അനുഭവങ്ങളിലൂടെയും ഒക്കെ അത് സാധിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യൻ നന്നായി ചെയ്യുന്നതിന് അവൻ്റെ വിശ്വാസം, അവൻ്റെ സാഹചര്യം, അവൻ്റെ ചരിത്ര പഠനം, അവൻ്റെ ജീവിതാനുഭവം ഇതൊക്കെ അവനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിശ്വാസമാണ് ഈ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞതിൽ നിങ്ങൾ സൂക്ഷ്മശാലികളായിത്തീരാൻ, തഖ്വയുള്ളവരായിത്തീരാൻ എന്ന് പറഞ്ഞതിലുള്ളത്. എങ്ങനെയാണ് വിശ്വാസം ഒരാൾക്ക് നിയന്ത്രണം നൽകുന്നത്? അപ്പോൾ നമ്മളൊക്കെ ജീവിച്ചു പോരുന്നു. ജനിച്ച എല്ലാ ആളുകളും മരിക്കുന്നത് വരെ ജീവിക്കും. ചില ആളുകൾക്ക് നിയന്ത്രണങ്ങളുണ്ട്, ചില ആളുകൾക്ക് നിയന്ത്രണങ്ങളില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ഏതെങ്കിലും നിലക്കുള്ള നിയന്ത്രണങ്ങൾ ശീലിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് വിശക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ദാഹിക്കുന്നു, വെള്ളം കുടിക്കുന്നു. അതുപോലെ നമുക്ക് ആസ്വാദനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു, ആസ്വദിക്കുന്നു. മനുഷ്യൻ്റെ ഭൗതികമായ എല്ലാ താല്പര്യങ്ങളും ആളുകൾ അത് ആസ്വദിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു നിയന്ത്രണമില്ലേ? നിയന്ത്രണമുണ്ട്. ഇപ്പോൾ നിഷിദ്ധ വസ്തുക്കൾ ആഹരിക്കരുത്, വിരോധിക്കപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ, പാനീയങ്ങൾ അത് ഉപയോഗിക്കരുത്, നിരോധിക്കപ്പെട്ട വിധത്തിൽ നമ്മൾ സമ്പാദിക്കരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആസ്വാദനങ്ങളിൽ ഏർപ്പെടരുത്. അപ്പോൾ എല്ലാത്തിനും ഒരു നിയന്ത്രണം, ഒരു ക്രമം, ഒരു വ്യവസ്ഥ അതുണ്ടാവണം എന്നത് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്ലാം അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും, മറ്റു മതങ്ങളിൽ വിശ്വാസമുള്ളവരും, ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവരും, അങ്ങനെ പ്രത്യേകിച്ച് നിയമവും നിയന്ത്രണവും ഒന്നും ആവശ്യമില്ല മനുഷ്യർക്ക് എന്ന് വിചാരിക്കുന്നവർ പോലും ചില നിയന്ത്രണങ്ങൾ അവർ ശീലിക്കുന്നുണ്ട്. അവർക്കുണ്ട്, അവരുടെ മക്കൾക്കുണ്ട്, അവരുടെ ഭാര്യമാർക്കുണ്ട്, ഭർത്താക്കന്മാർക്കുണ്ട്, നാട്ടിൽ അയൽവാസികളുമായുള്ള ബന്ധങ്ങളിൽ ഉണ്ട് ഒരു നിയന്ത്രണം ഉണ്ടാകണം എന്നത്. അപ്പോൾ നിയന്ത്രണം എന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നതല്ല. വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും മനുഷ്യൻ നല്ലവനായിത്തീരുന്നതിന്, ക്രമം പാലിക്കുന്നതിന്, നീതിമാനായിത്തീരുന്നതിന്, മര്യാദ ഉള്ളവനായി ജീവിക്കുന്നതിന് ഉള്ളതാണ് നിയന്ത്രണം. ആ നിയന്ത്രണം ചിലർക്കിഷ്ടമല്ല, ചില നിയന്ത്രണം ചിലർക്കിഷ്ടമാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. ദീൻ അല്ലാഹു തആല നൽകിയ നിയമമായതുകൊണ്ട് തന്നെ അതിലുള്ള എല്ലാ നിയന്ത്രണവും അത് മനുഷ്യർക്ക് ആവശ്യമാണ്. ആ നിയന്ത്രണങ്ങളെ ഒരു പാരതന്ത്രമായി, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയായി കാണുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് അള്ളാഹു മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടും മനുഷ്യനോടുള്ള ഇഷ്ടം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് നിയന്ത്രണം നൽകിയത് എന്നാണ്. ഇപ്പോൾ നമുക്ക് വിശക്കുന്ന സന്ദർഭത്തിൽ ഹലാലായതേ ഭക്ഷിച്ചുകൂടും, ഹറാമായത് ഭക്ഷിക്കാൻ പാടില്ല. അനർഹമായ നിലക്കുള്ള സമ്പാദ്യം ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചുകൂടാ. നമുക്ക് വെള്ളം കുടിക്കേണ്ട സന്ദർഭത്തിൽ ദാഹിക്കുമ്പോൾ ഹലാലായ വെള്ളമേ നമുക്ക് കുടിച്ചുകൂടും. സമ്പാദ്യങ്ങളും സുഖങ്ങളും ആസ്വാദനങ്ങളും ലൈംഗിക താല്പര്യങ്ങളും ഒക്കെ തന്നെയും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ നിയന്ത്രണങ്ങളെ പാലിക്കുവാൻ പ്രത്യേകമായ ഒരു സമയത്ത് ഒരു പ്രത്യേക പരിശീലനം റമദാനിലൂടെ ലഭിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഞാൻ ഭക്ഷണ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഭക്ഷണ നിയന്ത്രണം ഇപ്പം ഇവിടെ അള്ളാഹു നിയന്ത്രിക്കാൻ പറയുന്ന ഭക്ഷണം അതിൻ്റെ അടിസ്ഥാനപരമായി അത് ഹലാലായ ഭക്ഷണമാണ്. അതായത് കട്ട് അല്ലെങ്കിൽ കവർന്ന് അനർഹമായ നിലക്ക് സമ്പാദിച്ചുണ്ടാക്കിയ ഭക്ഷണമല്ല.